ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഈന്തപ്പഴം അച്ചാറാണ്, ഡേറ്റ്സ് പിക്കിൾ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ ഡേറ്റ്സും അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് ഒരു മധുര ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും. ഈ അച്ചാറിലേക്ക് ആവശ്യമായ ഉലുവപ്പൊടിയും അതുപോലെ തന്നെ കായപ്പൊടിയും ഞാൻ നേരത്തെ തന്നെ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് അച്ചാറുണ്ടാക്കാം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് എണ്ണയുണ്ടെങ്കിൽ അതെടുക്കാം. എണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് നന്നായി മൂപ്പിക്കുക. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പൊടികളെല്ലാം ചേർക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. മുളക് പൊടി മൂത്ത് വരുമ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് നന്നായി മൂപ്പിക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് വിനാഗിരിയും അതുപോലെ തന്നെ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ശർക്കര പൊടിച്ചതും ചേർത്ത് തിളപ്പിക്കുക. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് ഇളക്കി മൂടി വെച്ച് കുറച്ചു നേരം വേവിക്കുക. ഫൈവ് ടു 10 മിനിറ്റ്സ് നമുക്ക് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതൊരു സ്പെഷ്യൽ മധുര അച്ചാറാണ്.
ഇത് നമുക്ക് ബിരിയാണിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം. 1 വീക്കിന് ശേഷം ഇത് യൂസ് ചെയ്താലോ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം കമൻ്റായി പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. Thanks for watching.